നമസ്കാരം. യുദ്ധങ്ങൾ തുടങ്ങുന്നത് പലപ്പോഴും രാഷ്ട്രീയ നേതാക്കളുടെ തീരുമാനങ്ങളിലൂടെയാണ്. പക്ഷെ അതിന്റെ മുറിവുകൾ പതിയുന്നത് സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങളിലാണ്. ഇന്ന് ഒമാൻ തീരത്തിനടുത്ത് നടന്ന സംഭവം അതിന്റെ ഏറ്റവും വേദനാജനകമായ ഓർമ്മപ്പെടുത്തലായി മാറുകയാണ്. തിരമാലകളെ കൂട്ടാക്കി ജീവിതം നയിച്ച നാവികർക്ക് യുദ്ധവുമായി നേരിട്ട് ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ആയുധങ്ങളല്ല, ഉപജീവനമാണ് വഹിച്ചിരുന്നത്. എന്നാൽ പശ്ചിമേഷ്യയുടെ ആകാശത്ത് കത്തുന്ന സംഘർഷത്തിന്റെ തീ ഒടുവിൽ കടലിലേക്കും പടർന്നെത്തി. MT മാരിവെക്സ് എന്ന കപ്പലിൽ ഉണ്ടായ ദുരന്തവും അതിൽ നിന്ന് ഇന്ത്യൻ നാവികരെ രക്ഷപ്പെടുത്തിയ സംഭവം യുദ്ധം ഒരിക്കലും അതിർത്തികൾക്കുള്ളിൽ ഒതുങ്ങില്ല എന്ന് ലോകത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഒമാൻ തീരത്തിന് സമീപത്ത് അമേരിക്കൻ ആക്രമണത്തിനിരയായ ചരക്ക് കപ്പലിലെ ജീവനക്കാരെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. 24 പേരാണ് കപ്പലിൽ ഉണ്ടായത്. ഇവരെല്ലാം ഇന്ത്യൻ പൗരന്മാരായിരുന്നു. ഒമാൻ സൈന്യമാണ് വ്യോമമാർഗം രക്ഷപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോഴിതാ ആക്രമണത്തിനിരയായി മുങ്ങിക്കൊണ്ടിരുന്ന കപ്പലിൽ നിന്നുള്ള ഇന്ത്യൻ ജീവനക്കാരുടെ ഓഡിയോ സംഭാഷണങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ദയവായി സഹായിക്കൂ, കപ്പൽ ആക്രമിക്കപ്പെട്ടു, മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന സംഭാഷണങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സർ, ഇത് ടാങ്കർ മാരിവെക്സ് ആണ്. അമേരിക്കൻ നാവികസേന ഞങ്ങളെ ആക്രമിച്ചു. കപ്പലിന് തീ പിടിച്ചിരിക്കുന്നു, മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എഞ്ചിൻ റൂമിലാണ് മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കപ്പലിന്റെ അടിയിൽ ഒരു ദ്വാരം ഉണ്ടായിരിക്കുന്നു. ഞങ്ങൾ 24 പേരുണ്ട്. ഉടൻ സഹായം ആവശ്യമുണ്ട്. ദയവായി സഹായിക്കൂ എന്നാണ് ആ ഞെട്ടിക്കുന്ന വാക്കുകൾ. പലാവുവിന്റെ പതാക പതിപ്പിച്ച ചരക്കു കപ്പലാണ് ആക്രമണത്തിനിരയായത്. ആക്രമണ സമയത്ത് ഉച്ചയ്ക്ക് 2:30 ഒമാൻ തീരത്തെ മസിരാക്ക് സമീപത്ത് നങ്കൂരമിട്ടിരിക്കുകയായിരുന്നു കപ്പൽ. ഇറാനിയൻ തുറമുഖങ്ങളിലെ അമേരിക്കൻ ഉപരോധം മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് MT മാരിവെക്സ് എന്ന ചരക്കു കപ്പൽ ആക്രമിക്കപ്പെട്ടത്. അടിയന്തര സന്ദേശത്തെ തുടർന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിയോടെ ഒമാൻ വ്യോമസേന രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് ജീവനക്കാരെ എയർലിഫ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കടൽ എന്നും മനുഷ്യരാശിയുടെ പ്രതീക്ഷയുടെ വഴിയായിരുന്നു. രാജ്യങ്ങളെ ബന്ധിപ്പിച്ച വ്യാപാര പാതകളും സംസ്കാരങ്ങളുടെ കൈമാറ്റങ്ങളും നടന്നത് ഈ നീല വിശാലതയിലൂടെയാണ്. എന്നാൽ ഇന്ന് അതേ കടൽ ഭയത്തിന്റെ പ്രതീകമായി മാറുകയാണ്. ഒമാൻ തീരത്തിനടുത്ത് MT മാരിവെക്സ് എന്ന എണ്ണക്കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് കപ്പലിൽ തീപിടിക്കുകയും അതിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ നാവികരെയും അടിയന്തരമായി രക്ഷപ്പെടുത്തുകയും ചെയ്ത ഈ സംഭവം ഒരു കപ്പലിന്റെ കഥ മാത്രമല്ല, യുദ്ധം എത്ര വേഗത്തിലാണ് സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നതിന്റെ തെളിവ് കൂടിയാണ്. യുദ്ധഭൂമിയിൽ സൈനികർക്ക് അപകട സാധ്യതയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ കടലിൽ ജോലി ചെയ്യുന്ന നാവികർ, എണ്ണക്കപ്പലുകളിലെ തൊഴിലാളികൾ, ചരക്കുകപ്പൽ ജീവനക്കാർ എന്നിവരും ഇന്ന് ഇതേ അപകടത്തിന്റെ നിഴലിലാണ്. ഒരു മിസൈൽ തെറ്റിയാൽ, ഒരു ആക്രമണം നിയന്ത്രണം വിട്ടാൽ നിമിഷങ്ങൾക്കകം ഉപജീവനത്തിനായി കടലിലിറങ്ങിയ മനുഷ്യർ യുദ്ധത്തിന്റെ ഇരകളായി മാറുന്നു. പേർഷ്യൻ ഉൾക്കടലും ഹോർമൂസ് കടലിടുക്കും ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവധമനികളാണ്. അവിടെ ഉണ്ടാകുന്ന ഓരോ ആക്രമണവും എണ്ണവിലയെയും വ്യാപാരത്തെയും മാത്രമല്ല, ആയിരക്കണക്കിന് നാവികരുടെ സുരക്ഷയെയും ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ വിവിധ രാജ്യങ്ങൾ അവരുടെ കപ്പലുകൾക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുകയും നാവികസേനകളെ വിന്യസിക്കുകയും ചെയ്യുകയാണ്. യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം അത് ആരെ ലക്ഷ്യമിടുന്നു എന്നതിലല്ല, അത് ഒടുവിൽ ആരെയെല്ലാം ബാധിക്കുന്നു എന്നതിലാണ്. രാഷ്ട്രീയ തീരുമാനങ്ങളുടെ പ്രതിധ്വനി ചിലപ്പോൾ കടലിന്റെ നടുവിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ തൊഴിലാളിയുടെ ഹൃദയത്തിലേക്കും എത്തും. MT മാരിവെക്സിൽ നിന്ന് രക്ഷപ്പെട്ട ആ 24 ജീവനക്കാർ ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്നത് ആശ്വാസമാണ്. എന്നാൽ അവരുടെ അനുഭവം ലോകത്തോട് ഒരു മുന്നറിയിപ്പ് പറയുന്നുണ്ട്. യുദ്ധം തുടങ്ങുന്നത് ഭൂമിയിലായിരിക്കാം, പക്ഷെ അതിന്റെ തീ ഒടുവിൽ മനുഷ്യജീവിതത്തിന്റെ എല്ലാ തീരങ്ങളിലേക്കും അതിവേഗം പടരും.